നമസ്കാരം. റൂം ഫോർ റിവർ ഈ വാക്ക് മിക്ക മലയാളികളും ആദ്യമായി കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ഇതേക്കുറിച്ച് പഠിക്കാൻ നെതർലാൻഡിലേക്ക് പോയപ്പോഴാണ്. നെതർലാൻഡിൽ പോയി ഈ വിദ്യ പഠിച്ച് അത് കേരളത്തിലും പ്രാവർത്തികമാക്കുമെന്ന് പറയുന്നത് അക്ഷരം പ്രതി പാലിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് കൊല്ലം 6 കഴിഞ്ഞു. ഇപ്പോഴും ഒരു ചെറിയ മഴ പെയ്താൽ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങും. സെക്രട്ടേറിയറ്റിന് വെളിപ്പാടകലിയുള്ള തലസ്ഥാന നഗരത്തിലെ തമ്പാനൂരിൽ മുട്ടൊപ്പം വെള്ളം കയറും. തലസ്ഥാന നഗരത്തിലെ തന്നെ പലയിടങ്ങളിലെയും താമസക്കാരുടെ അണ്ണാക്കിൽ വരെ വെള്ളം നിറയും. 2019 മെയ് മാസത്തിലാണ് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ഇന്ത്യൻ അംബാസഡറായിരുന്ന വേണു രാജമണിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയും അടങ്ങുന്ന സംഘം പിണറായി വിജയനെയും കൂട്ടി നെതർലാൻഡ് സന്ദർശിച്ചത്. അടുത്തടുത്ത വർഷങ്ങളിൽ 2 പ്രളയങ്ങൾ ഉണ്ടായപ്പോഴായിരുന്നു മുഖ്യന്റെയും കൂട്ടരുടെയും ഈ സർക്കിട്ട്. സംഘത്തിന്റെ വിമാനക്കൂലിയും മറ്റു ചെലവുകളുമടക്കം പൊതുഖജനാവിൽ നിന്ന് ചെലവായത് 20,80,500 രൂപ. മടങ്ങിയെത്തിയ ഉടൻ തന്നെ പിണറായിയുടെ പ്രഖ്യാപനം വന്നു. ഉടനെ തന്നെ കേരളത്തിലും റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കും. പക്ഷേ ബ്രണ്ണൻ തള്ളുകൾ ഉൾപ്പെടെ പിണറായിയുടെ ഇത്തരത്തിലുള്ള പലതരം തള്ളുകൾ കേട്ട് തഴമ്പിച്ച കാതുകളുള്ള കേരളത്തിലെ ജനങ്ങൾ ഇത് വിശ്വാസത്തിൽ എടുത്തില്ല എന്നുള്ളത് വേറെ കാര്യം. അതിനുശേഷം നെതർലാൻഡിൽ നിന്നുള്ള ഒരു സംഘം കേരളത്തിലെത്തി ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കാനായി കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇടപെട്ടെന്ന ആരോപണമുണ്ടായി. അത് പിന്നെ പതിവാണല്ലോ. കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്നതാണല്ലോ ഈ സർക്കാരിന്റെ ശൈലി. നെതർലാൻഡിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം പദ്ധതിയുടെ ഹൈഡ്രോഡൈനാമിക് പഠനത്തിനായി ചെന്നൈ IITയെ ചുമതലപ്പെടുത്തി. 1,38,00,000 രൂപയായിരുന്നു ഈ പദ്ധതിയുടെ പഠന ചെലവ്. ആദ്യ ഗഡുവായി 81,42,000 രൂപ നൽകി. പിന്നീട് 47,58,000 രൂപയും. അങ്ങനെ 1,29,00,000 രൂപ പദ്ധതിയുടെ പഠനത്തിനു വേണ്ടി മാത്രം ചെന്നൈ IITക്ക് നൽകി. എന്നാൽ ഇപ്പോഴും പ്രാഥമിക റിപ്പോർട്ട് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റൂം ഫോർ റിവർ പദ്ധതി എന്ന് നടപ്പാകും എന്നതടക്കം ഉൾപ്പെട്ട ചോദ്യങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം ഇൻലാൻഡ് നാവിഗേഷൻ എഞ്ചിനീയറുടെ കാര്യാലയം നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പഠന റിപ്പോർട്ട് കിട്ടി പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി അധികാരം ലഭിച്ച ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനെന്ന് പറഞ്ഞ് നീല കോട്ടും വലിച്ചുകയറ്റി പിണറായി വിജയനും സംഘവും നെതർലാൻഡിലേക്ക് നടത്തിയ സവാരിക്ക് സംസ്ഥാനത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ചെലവായത് 1,49,80,500 രൂപ. കേരളത്തിന്റെ കടബാധ്യത വളർത്തുന്നതിൽ ഒരു കുഞ്ഞു പങ്ക് വഹിക്കാൻ പിണറായിയുടെ റൂം ഫോർ റിവർ പദ്ധതിക്കും കഴിഞ്ഞിട്ടുണ്ട്. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ.